FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധ സ്വരങ്ങളെ കണക്ക് കൊടുക്കാനുള്ള മടിയാണെന്ന് ഉള്ള കാരണം പറഞ്ഞ് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കണക്കുകൾ എന്നുള്ളത് ഈ പുതിയ നിയമ ഭേദഗതിയുടെ ഒരു വിഷയമേ അല്ല. കാരണം ഓരോ വർഷവും ഡിസംബർ 31 മുൻപ് വരവ് ചെലവുകളുടെ കൃത്യമായ കണക്കുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാതെ അടുത്ത വർഷത്തേക്കുള്ള FCRA ലൈസൻസ് ലഭിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കണക്കില്ല എന്നുള്ള മുടന്തൻ ന്യായം പറഞ്ഞ് നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇതിലപ്പുറം പലരും ചർച്ച ചെയ്യാത്ത ഈ നിയമ ഭേദഗതിയുടെ ഒരു വലിയ ഇരയായിത്തീരുന്നത് ഭാരതത്തിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങു വെച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ. ആധുനിക ഭാരതത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയുടെ ചരിത്രത്തിൽ NGOകൾ തീർത്ത വികസന മാതൃകകൾ വിസ്മരിക്കാനാവാത്തതാണ്. ഭരണകൂട സംവിധാനങ്ങളുടെ കണ്ണെത്താത്ത, കാൽപ്പാടുകൾ പതിയാത്ത ഉൾനാടുകളിൽ പോലും സ്നേഹത്തിൻ്റെയും പുരോഗതിയുടെയും വെളിച്ചമെത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദളിത്, ആദിവാസി വിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, അഗതികൾ, എയ്ഡ്സ് രോഗികൾ, കുഷ്ഠരോഗികൾ തുടങ്ങിയവരുടെ അവകാശ സംരക്ഷണത്തിലും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും NGOകൾ വഹിച്ച പങ്ക് വിപ്ലവകരമാണ്. രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലകളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യവും ഗുണമേന്മയുള്ളതുമായ സേവനങ്ങളാണ് ഇവർ ഉറപ്പാക്കിയത്. പ്രളയവും ഭൂകമ്പവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെ ഉലയ്ക്കുമ്പോൾ ഭരണകൂടത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മിതിയിലും പുനരധിവാസത്തിലും ഇവർ ജീവൻ പണയം വെച്ച് മുന്നിൽ നിന്നിട്ടുണ്ട്. മാത്രമല്ല, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയ ജനകീയ നിയമങ്ങൾക്ക് ജീവൻ നൽകിയത് സന്നദ്ധ സംഘടനകളുടെ നിരന്തരമായ സമ്മർദ്ദവും ഗവേഷണങ്ങളുടെയും ഫലമായിട്ടായിരുന്നു. ഇന്ത്യയിലൊട്ടാകെ 17,000-ഓളം NGOകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇവയിൽ 5,000-ൽ താഴെ മാത്രം NGOകളാണ് ക്രൈസ്തവ സഭകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിലുടനീളമുള്ള കത്തോലിക്ക സന്നദ്ധ സംഘടനകൾ രാജ്യത്തിൻ്റെ നിർമ്മിതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിലും വഹിച്ച പങ്ക് വാക്കുകൾക്കതീതമാണ്. അത് കേവലം ഉപരിപ്ലവമായ ഒരു സേവനം മാത്രമായിരുന്നില്ല, മറിച്ച് ഭാരതത്തിൻ്റെ നട്ടെല്ലായി മാറിയ ആതുര ജീവകാരുണ്യ ശൃംഖലയായിരുന്നു. കാരിത്താസ് ഇന്ത്യ, ചായ്, ഡയോസിഷൻ സോഷ്യൽ സർവീസ് സൊസൈറ്റികൾ, മിഷണറീസ് ഓഫ് ചാരിറ്റി തുടങ്ങിയ നിരവധിയായ സന്നദ്ധ സംഘടനകളാണ് കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ സമീപകാലത്തായി വരുത്തിയ കർശനമായ ഭേദഗതികൾ രാജ്യത്തെ ഈ സന്നദ്ധ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുക എന്ന ന്യായീകരണത്തോടെയാണ് സർക്കാർ ഭേദഗതികൾ കൊണ്ടുവന്നതെങ്കിലും ഇതിലെ പല നിർദ്ദേശങ്ങളും പ്രായോഗികമായി സംഘടനകളെ ശ്വാസം മുട്ടിക്കുന്നതും ജനാധിപത്യ മൂല്യങ്ങളെ ഹനിക്കുന്നതുമാണ്. വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന ഒരു വലിയ NGOയ്ക്ക് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയ സംഘടനകൾക്ക് ആ ഫണ്ട് പങ്കുവയ്ക്കാൻ ഇനി മുതൽ സാധിക്കാത്ത വിധമാണ് നിയമനിർമ്മാണം. ഇന്ത്യയിലെ ഉൾനാട് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സംഘടനകൾക്ക് നേരിട്ട് വിദേശ ഫണ്ടിന് അപേക്ഷിക്കാൻ സാങ്കേതികമായ അറിവോ പശ്ചാത്തലമോ പലപ്പോഴും ഉണ്ടാകാറില്ല. അവർ വലിയ സംഘടനകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ജീവശ്വാസം കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ നിയമം ഈ സഹായം നിർത്തലാക്കിയതോടെ ആയിരക്കണക്കിന് ചെറുകിട ഗ്രാമീണ NGOകൾക്ക് പൂട്ടുവീഴുകയാണ് ഉണ്ടായത്. ഗ്രാമങ്ങളിലെ വികസന പ്രക്രിയകൾ തന്മൂലം നിശ്ചലമായി. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഭരണപരമായ ചെലവുകൾ 20% വെട്ടിച്ചുരുക്കുന്നതോടെ വിദഗ്ധരായ ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകാനോ ഓഫീസ് സംവിധാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത അവസ്ഥയിലാണ് NGOകൾ. ഇത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരവും വ്യാപ്തിയും ഗണ്യമായി ചുരുക്കാനും സംഘടനകളെ നിർബന്ധിതരാക്കുകയാണ്.
ഇന്ത്യയുടെ ഏത് കോണിൽ പ്രവർത്തിക്കുന്ന സംഘടനയായാലും വിദേശ സഹായം സ്വീകരിക്കാൻ ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ശാഖയിൽ മാത്രമേ അക്കൗണ്ട് തുറക്കാനാവൂ എന്നുള്ള ഒരു നിയമം പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ മലവെള്ളപ്പാച്ചിലാണ് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഫലമായി കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് പാതി വഴിയിൽ നിലച്ചുപോയത്. ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ പുതുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്വയം ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന സംഘടനകളുടെ വിദേശ ഫണ്ടും അതുപയോഗിച്ച് നിർമ്മിച്ച സ്വത്തുക്കളും സർക്കാർ നിയമിക്കുന്ന ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് കീഴിലാകും എന്നുള്ളതാണ് നിയമ ഭേദഗതിയിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള വ്യവസ്ഥ. ഈ സ്വത്തുകൾ പിന്നീട് വിൽക്കാനോ മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്ക് കൈമാറാനോ ഉള്ള പൂർണ്ണമായ അധികാരം സർക്കാരിലാണ്. വിദേശ ഫണ്ടിനൊപ്പം ഭാഗികമായി ആഭ്യന്തര ഫണ്ട് കൂടി ചേർത്ത് വാങ്ങിയ സ്വത്തുക്കളാണെങ്കിൽ പോലും ഇവയും പൂർണ്ണമായി കണ്ടുകെട്ടാൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുകയാണ്. ഒരുപക്ഷെ കേവലം സാങ്കേതികമോ ഭരണപരമോ ആയ കാരണങ്ങളാൽ ലൈസൻസ് നഷ്ടപ്പെടുന്ന ഒരു സംഘടനയുടെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നത് താഴെ പറയുന്ന കാരണങ്ങളാൽ പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ അവകാശങ്ങളുടെ ധ്വംസനവുമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 300A പ്രകാരം കൃത്യമായ നിയമ നടപടികളിലൂടെ അല്ലാതെ ഒരാളുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ സ്വത്ത് പിടിച്ചെടുക്കാൻ ഭരണകൂടത്തിന് അധികാരമില്ല. ഒരു NGO അതിൻ്റെ ലക്ഷ്യങ്ങൾക്കായി പൊതുജനങ്ങളുടെയോ വിദേശ സഹായത്തോടെയോ നിയമപരമായി ആർജിച്ച സ്വത്തുക്കൾ വിവേചനാധികാരം ഉപയോഗിച്ച് പെട്ടെന്നൊരു ദിവസം സർക്കാർ കണ്ടുകെട്ടുന്നു എന്ന് പറയുന്നത് ഈ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഒരു സംഘടനയ്ക്ക് വീഴ്ച സംഭവിക്കുന്നത് ഗൗരവമേറിയ ക്രമക്കേടുകൾ കൊണ്ടായിരിക്കണമെന്ന് പലപ്പോഴും നിർബന്ധമില്ല. ചിലപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിലെ ചെറിയ പ്രായോഗിക താമസമോ സാങ്കേതികമായ പിഴവുകളോ ആകാൻ കാരണം. ഇത്തരമൊരു ചെറിയ ഭരണപരമായ പിഴവിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തണലായ ആശുപത്രികളും വിദ്യാലയങ്ങളും ഉൾപ്പെടുന്ന വലിയ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് അങ്ങേയറ്റം ക്രൂരവും അന്യായവുമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. കുറ്റത്തിന്റെ വ്യാപ്തിയും ശിക്ഷയും തമ്മിൽ ഇവിടെ യാതൊരു തുല്യതയുമില്ലെന്ന് വ്യക്തമാവുകയാണ്. ഈ സ്വത്തുക്കൾ തിരികെ നൽകണോ വേണ്ടയോ എന്നത് കോടതികൾക്ക് പകരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഥവാ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ തികച്ചും വ്യക്തിപരമായ തീരുമാനത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ്. സ്വതന്ത്രമായ ഒരു ജുഡീഷ്യൽ പരിശോധനയ്ക്ക് മുൻപ് തന്നെ സ്വത്തുക്കൾ ഉദ്യോഗസ്ഥ മേൽനോട്ടങ്ങൾക്ക് മാറ്റാനുള്ള അനുവാദം നൽകുന്നത് സ്വാഭാവിക നീതിയുടെ പരസ്യമായ ലംഘനം കൂടിയാണ്. വിദേശ ഫണ്ടിനൊപ്പം പ്രാദേശികമായ സംഭാവനകൾ കൂടി ചേർത്തുകൊണ്ടാണ് പല സംഘടനകളും കെട്ടിടങ്ങളും മറ്റ് വികസന പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുള്ളത്. വിദേശ ലൈസൻസ് റദ്ദാക്കപ്പെടുമ്പോൾ തന്നെ അവയ്ക്കൊപ്പം ആഭ്യന്തര ഫണ്ടുകൾ കൂടി ഉൾപ്പെട്ട മൊത്തം സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടുന്നത് ഇന്ത്യൻ പൗരന്മാർ ആ സംഘടനയിലൂടെ രാജ്യത്തിന് നൽകിയിട്ടുള്ള സേവനത്തെയും ആ സംഘടനയുടെ വിശ്വാസത്തെയും അവരുടെ നിക്ഷേപത്തെയും തട്ടിയെടുക്കുന്നതിന് തുല്യമാണ്. വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തിനപ്പുറം ഈ സ്വത്ത് കണ്ടെത്തൽ വ്യവസ്ഥ സന്നദ്ധ സംഘടനകളെ ഭയത്തിന്റെ നിഴലിൽ നിർത്താനും അവരുടെ സ്വതന്ത്രമായ ശബ്ദത്തെ അടിച്ചമർത്താനുമുള്ള ഒരു ആയുധമായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദേശ സഹായത്തോടെ നടന്നിരുന്ന സൗജന്യ ശസ്ത്രക്രിയകൾ, ഡയാലിസിസ് കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ ശൂന്യത നികത്താൻ കഴിയില്ലെന്നിരിക്കെ ഈ നിയമങ്ങളുടെ ആത്യന്തികമായ ഇരകൾ രാജ്യത്തെ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗങ്ങളാണ്. സുതാര്യതയും ദേശീയ സുരക്ഷയും ഉറപ്പാക്കാൻ നിയമങ്ങൾ ആവശ്യമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ നിയമത്തിന്റെ അമിതമായ നിയന്ത്രണങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്ത പ്രസ്ഥാനങ്ങളെ തളർത്താൻ ഇടയാക്കരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ജനാധിപത്യത്തിന്റെ കാവലാളുകളായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായും പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ശ്വാസം മുട്ടിക്കുന്നത് ആധുനിക ഭാരതത്തിന്റെ സമഗ്ര വികസനത്തിന് കനത്ത തിരിച്ചടിയാണ്. സന്നദ്ധ മേഖലയെ ഒന്നാകെ സംശയദൃഷ്ടിയോടെ കാണാതെ രാജ്യ പുരോഗതിയിലെ പങ്കാളികളായി കണ്ട് നിയമങ്ങളിൽ പ്രായോഗികമായ ഇളവുകൾ വരുത്തുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത്. ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകൾ ഇന്ത്യയിൽ ഉള്ള കാലത്തോളം
സന്നദ്ധ സംഘടനകളും അവയിലൂടെ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന കാരുണ്യപ്രവർത്തികളും ഈ രാജ്യത്തിന് ആവശ്യമാണ്. സന്നദ്ധ സംഘടനകൾക്കൊന്നാകെ വിലങ്ങു വീഴ്ത്തുകയും അവയെ ഭയത്തിന്റെ കരുനിഴലിൽ നിർത്തുകയും ചെയ്യുന്ന പുതിയ നിയമനിർമ്മാണങ്ങൾ യഥാർത്ഥത്തിൽ കാരുണ്യത്തിന് വിലങ്ങുവെക്കുന്ന ക്രൂരതയാണെന്ന് പറയാതെ വയ്യ.